നമുക്കറിയാം കുറച്ച് നാളായിട്ട് CPM CPIയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ അത് വർദ്ധിച്ച് വരികയാണ്. ഇങ്ങനെ പോയാൽ CPM CPI എന്നുള്ള രണ്ട് പാർട്ടിയായി മാറുമോ? ഓൾറെഡി രണ്ട് LDF മുന്നണിയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ഇവർക്ക് തമ്മിൽ ഒരു ആശയങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പിടിക്കുന്ന കൊടിയുടെ നിറം ഒന്ന് തന്നെയാണ്. പിന്നെ നേതാക്കളുടെ ഒരു നിലപാടുകളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ചില എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഒരു ശൈലികളുണ്ടല്ലോ, അല്ലെങ്കിൽ സംസാര ശൈലികളുണ്ടാവും, അല്ലെങ്കിൽ സ്വഭാവ ശൈലികളുണ്ട്. ഇതിലെല്ലാത്തിലും നല്ല മാറ്റം ഉണ്ടാവും എന്ന രീതിയിൽ ഇപ്പോൾ അത് വെച്ച് പറഞ്ഞു നോക്കുകയാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് പാർട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുന്നണിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങൾ, അതാണ് CPI CPM എന്ന് പൊതുവെ പറയുന്നത്. ശരിക്കും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ എന്നാണ് CPI CPMനെ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബുദ്ധിജീവികളും ഈ ഒരു CPI CPM എന്ന പാർട്ടികളെ വിശേഷിപ്പിക്കുന്നത് തന്നെ. പക്ഷേ ഇവർക്ക് തമ്മിൽ ഒരു കാരണവശാലും ചേർന്ന് പോകില്ല എന്ന പൂർണ്ണ ബോധമുണ്ട്. അത് കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു CPM CPI തമ്മിലുള്ള ഒരു തുറന്ന പോരും സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഒരു പുതിയ നിയമസഭ രൂപം കൊണ്ടതിന് ശേഷം ഇവർ ഈ LDF മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇതുവരെ വിളിച്ച് കൂട്ടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ 13 പാർട്ടികളോളം ഉണ്ട് LDF മുന്നണിയിൽ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണ് ഈ CPM CPI. ഏറ്റവും പ്രബലരാണ് CPI വെച്ച് നോക്കുമ്പോൾ CPM വേറെ ശക്തി കുറഞ്ഞതോ അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളതോ എന്നാണ് പൊതുജനങ്ങൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും. CPIയുടെ ഒരു പ്രതാപ കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു CPI എന്നുള്ള ഒറ്റ സഖ്യമുള്ള ഒരു ഒറ്റ പാർട്ടി. പക്ഷേ 2026 എത്തുമ്പോൾ ആ ഒരു പാർട്ടി ഈർക്കിൽ പോലെ ശോഷിച്ച ഒരവസ്ഥയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിലപാടും പിന്നെ CPM എന്നുള്ള ഒരു വലിയ പാർട്ടിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വിധേയത്വവും ഇതുകൊണ്ട് മാത്രമാണ് CPIയുടെ ഒരു ഏറെക്കുറെ ഒരു നാശം ഇപ്പോൾ ഈ 2026 നമുക്ക് കാണാനാവുന്നു. ഇപ്പോൾ ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ CPM CPI തമ്മിലുള്ള പ്രധാന തർക്കം എന്താണെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി നമുക്കറിയാവുന്നതാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇതുവരെ നിയമസഭയിൽ CPM മാത്രമാണ് അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അവർ കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ CPIക്ക് ഈ സീറ്റ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കീഴ്വഴക്കങ്ങളാണ്. കീഴ്വഴക്കങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു പഴയ എന്താ പറയുക, ചട്ടക്കൂടുകളിൽ ഒതുങ്ങി വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു യാത്ര, അത് ഏത് നിലയിൽ ആ ഒരു പാർട്ടി കൊണ്ടെത്തിച്ചു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഇതുപോലെ ഒരു പരീക്ഷണത്തിന് CPM തയ്യാറാകണമെന്നാണ് പൊതുവേ പറയുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ മാറേണ്ടത് മാറ്റങ്ങളാണ്, മാറ്റങ്ങളിൽ നിന്നാണ് മാറി തുടങ്ങേണ്ടത്. അത് തന്നെ മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് ആർജവത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിധേയത്വം കാണിച്ചു എന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് അത് മുമ്പെടുത്തിരുന്നെങ്കിൽ, അതായത് ഈ ഒരു നിയമസഭ രൂപീകരണം ഉണ്ടല്ലോ, അതായത് ഓരോ നേതാക്കൾക്കും ഇന്ന സ്ഥാനം കൊടുക്കേണ്ട ആ ഒരു സമയത്ത് ചോദിക്കണമായിരുന്നു, അറിഞ്ഞു തന്നെ ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ചോദിക്കണമായിരുന്നു. ഒരുപക്ഷെ ബിനോയ് വിശ്വത്തിൻ്റെ പൂർവികർ ചെയ്തു വെച്ച മണ്ടത്തരത്തിൻ്റെ അല്ലെങ്കിൽ കഴിവുകേടിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഒരു CPMഉം കൂടാതെ ബിനോയ് വിശ്വവും ഒരു ഭാഗത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു മാറ്റം വരുത്താനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കടുപ്പിച്ച തീരുമാനങ്ങളാണ് CPMനോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. മുന്നണി വിട്ടു പോകാനോ അല്ലെങ്കിൽ മുന്നണിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ എതിർപ്പ് എന്ന് പറയുന്നത് CPMന്റെ ആധിപത്യമാണ്. ഈ ആധിപത്യമുണ്ടല്ലോ, അതായത് തന്മാടമ്പി എന്ന രീതിയിലുള്ള ആധിപത്യം, അത് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ MV ഗോവിന്ദൻ ഈ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരുന്നല്ലോ, അതുമുതലാണ് ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയുടെ ആ ഒരു അന്തർധാര തുടങ്ങുന്നത് തന്നെ.
ശരിക്കും ആ സമയത്ത് ഇവർ തമ്മിൽ യാതൊരുവിധ തർക്കങ്ങളോ അല്ലെങ്കിൽ എതിർചേരികളിൽ നിന്നുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയോ വന്നിട്ടില്ല. പക്ഷെ തുടർഭരണത്തിന് ശേഷം ഈ CPM-ന് വന്നിട്ടുണ്ടായിരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അഹംഭാവം ഉണ്ടല്ലോ. ഈ അഹംഭാവം എന്ന് പറയുന്നത് ഈ ഒരു CPയിലേക്കും പടർന്നു. അങ്ങനെ ഈ ഒരു സഖ്യകക്ഷിയെ ഒരു താല്പര്യമില്ലാതെ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒന്നാമൻ എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വന്നതിന് ശേഷം ഈ CPI ആർക്കും വിലയില്ലാതായി. കൂടാതെ മറ്റേ നമ്മുടെ ജോസ് കെ മാണി ഉണ്ടല്ലോ, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും കൂടി വന്നതോടെ ഈ ഒരു മധ്യ തിരുവിതാംകൂറിനെ പിടിച്ചടക്കുന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു തിടുക്കത്തിൽ CPI പൊതുവേ അങ്ങ് മറന്നുപോയി. ഇപ്പോൾ എന്താണ് കാണുന്നത്, നമ്മുടെ വിഴിഞ്ഞം വിഷയത്തിൽ ഓഹരി കൈമാറ്റത്തിൽ CPM-നോട് ചേർന്നുള്ള ഒരു സമരത്തിനില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് CPI. അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു കേസ് തിരിച്ച് എടുത്ത് പൊതുസമരത്തിന് തന്നെ, അല്ലെങ്കിൽ CPI എന്ന ഒരു ഒറ്റ പാർട്ടിയായി സമരം ഈ ഒരു ഓഹരി കൈമാറ്റത്തിനെതിരെ, സർക്കാരിനെതിരെ നടത്താമെന്നാണ് ഈ ഒരു സെക്രട്ടേറിയറ്റിൽ യോഗം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, LDF ഒരു സമരം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനൊപ്പം അല്ലെങ്കിൽ ഒരു തലപ്പൊക്കത്തിനൊപ്പം CPIയും CPM-നൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കേരള കോൺഗ്രസ്, RJD അതുപോലുള്ള ചെറിയ പാർട്ടികളുണ്ട്. നൂലിൽ കെട്ടിറക്കിയ പാർട്ടി എന്ന് വേണം പറയാൻ ഇതുങ്ങളൊക്കെ. LDF-ന്റെ ഒരു കാലത്തെ പ്രതാപം ഉണ്ടായിരുന്ന രണ്ട് പാർട്ടികളിൽ ഒന്നാണ് ഇപ്പോൾ ഇത്രയേറെ CPM-മാരുടെ മുന്നിൽ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ഇരക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു തങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി യാചിക്കുന്നത്. എന്താ പറയുക, എന്തൊരു ഗതികെട്ട ഒരു അവസ്ഥയാണെന്ന് നോക്കണേ. അതിൽ ഇപ്പം വേറൊരു പ്രശ്നം വരുന്നത് നമ്മുടെ ആലപ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ സ്മാരകത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ CPM-ഉം CPI-യും തമ്മിൽ ഉള്ളത്. നമുക്കറിയാം, രാഷ്ട്രീയം പോലും നോക്കാതെ ഒരുപാട് പേര് ഒരു സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊരു ഇതുണ്ട്. കാരണം CPM CPI ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയണം, അതിനുവേണ്ടി എല്ലാം ചെയ്യണമെന്നായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം CPI ഇതിനെ എതിർത്ത് നിൽക്കുകയാണ്. അവർക്ക് പറയുന്നത്, CPI പറയുന്നത് TV തോമസിൻ്റെ, അതായത് അവരുടെ ഒരു നേതാവിൻ്റെ സ്മാരകവും വേണം, എന്നാലേ VS-ന്റെ സ്മാരകം ഉയർത്താനായിട്ട് അനുവദിക്കൂ എന്നാണ്. നമുക്കറിയാം, ഇപ്പൊ TV തോമസ് എന്നൊരു വ്യക്തിയേക്കാൾ എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും സ്നേഹിച്ചിരുന്നതൊരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം പണിയുന്നതെന്ന് പറയുന്നത് ഒരു LDF എന്നൊരു മുഖമുദ്രയിലാണ്. CPI CPM എന്നുള്ള രീതിയിലല്ല, LDF-ന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലല്ലേ. അപ്പം അതിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനോട് CPI ഉണ്ടാക്കുന്നതിനോട് യോജിക്കുന്ന ഒരു ഏർപ്പാടല്ലല്ലോ. അതായത് LDF എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ കുരുത്തു വാങ്ങിയ ഒരു വലിയൊരു മുന്നണിയല്ല. ഇദ്ദേഹത്തിന് VS അച്യുതാനന്ദന് മുമ്പും അദ്ദേഹത്തിന് സമകാലികരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ രണ്ട് പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. CPM-ലായാലും CPI-യിലായാലും. ഇപ്പൊ നമുക്ക് EMS എടുത്തു നോക്കാം, അല്ലെ വെളിയം ഭാർഗവൻ എടുത്തു നോക്കാം, ചന്ദ്രഭവൻ എടുത്തു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നയനാറിനെ എടുത്തു നോക്കാം. ഇതുപോലുള്ള പല പ്രഗത്ഭരായ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ CPI കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും പ്രാധാന്യം വഹിച്ച കുറേ നേതാക്കളുണ്ട്. ആ ഒരു നേതാക്കളെ ഒന്നും താല്പര്യമില്ലാതെ VS അച്യുതാനന്ദന് മാത്രം അല്ല, എനിക്ക് അദ്ദേഹത്തിനോട് ഒരു എതിർപ്പും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ CPM-ന് ഈ അദ്ദേഹത്തിനോട് പെട്ടെന്നൊരു സ്നേഹം ഇവിടെ നിന്ന് ഉദിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അദ്ദേഹം ഒരു രോഗാവസ്ഥയിൽ കിടന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്ന സമയത്തോ, പാർട്ടി അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്ന സമയത്തൊന്നും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്ത കുറച്ച് സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകൾ, ആ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ഒരു പാർട്ടിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് വിവാദങ്ങൾ അല്ലെങ്കിൽ കോലാഹലങ്ങൾ, അതിന് മാത്രമേ ഈ ഒരു ആരോപണത്തിന് വിലയുള്ളൂ. അങ്ങനെ ആ ഒരു ആരോപണം, അങ്ങനെ ഒരു വിഷയം ഉയർത്തുന്നതിന് അങ്ങനെ മാത്രമേ കണ്ടാൽ മതി. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനെയോ ഇത്രയേറെ പ്രേമം കൊണ്ട് പെട്ടെന്നൊരു പ്രേമം വന്നു എന്ന് ഒരു പൊതുജനവും വിശ്വസിക്കില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇതിനു മുമ്പ് നമ്മുടെ ആലപ്പുഴയുള്ള വലിയ ചുടുകാടിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഈ ഒരു മണ്ണിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു മണ്ണിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ആലപ്പുഴ നഗരസഭയിൽ നിന്നും VS അച്യുതാനന്ദൻ ജില്ലാ സെക്രട്ടറി, അതായത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വാങ്ങിച്ച ഭൂമിയാണിത്.
ഇതുവരെ ആ ഒരു ഭൂമി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി സാധാരണക്കാരൻ ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കും ഒരു എന്തുകൊണ്ട് VS അവിടെ ഒരു സ്മാരകം വന്നൂടാ, ഇത് നല്ലതല്ലേ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെക്കാൾ മഹത്വമുള്ള ഒരുപാട് നേതാക്കന്മാർ ആ ഒരു മണ്ണിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അപ്പോഴൊന്നും ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു നേതാക്കന്മാർക്ക് അവിടെ ഒരു സ്മാരകം വേണം, അല്ലെങ്കിൽ CPM-നും CPI-ക്കും സെപ്പറേറ്റ് ഒരു സ്മാരക മന്ദിരങ്ങൾ ഇങ്ങനെ ആ ഒരു വലിയ ചുടുകാടിന് ചുറ്റും വേണമെന്ന് ഇദ്ദേഹം മനസ്സാവാച അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തെ മുൻനിർത്തി CPI-ക്കെതിരെ വിളിക്കുന്ന ഒരു വെല്ലുവിളിക്ക് ഒരു തുടക്കം കുറിക്കുന്നതാണ് ഈ ഒരു വലിയ ചുടുകാടിലെ സ്മാരകത്തിന്റെ ആ ഒരു പ്രശ്നം ഉയർത്തുന്നത്.